അത് നീയും ശ്രീയും ഒന്നിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ മകനായി ആരൂട്ടനും. വിച്ചു ഞെട്ടി അവളെ നോക്കി. ആദിയുടെ വിശേഷം തിരക്കാൻ വിച്ചുവിൻ്റെ അടുത്തേക്ക് വന്ന ശ്രീയുടെ കാലുകളും അരുണിയുടെ വാക്കുകൾ കേട്ട് നിശ്ചലമായി. എനിക്ക് പലപ്പോഴായി തോന്നിയിട്ടുണ്ട് അരുണി, ഏട്ടൻ പറയാതെ പറയുന്ന ഓരോ വാക്കുകളിലും തെളിഞ്ഞു നിൽക്കുന്ന ശ്രീയോടുള്ള താല്പര്യം. ഒരിക്കൽ പ്രണയിച്ചിരുന്നു എന്നത് സത്യമാണ്. പക്ഷേ മറ്റൊരാളുടെ കഴുത്തിൽ ശ്രീയുടെ പേര് കൊത്തിയ താലി വീണപ്പോൾ മായ്ച്ചു കളഞ്ഞു ഞാൻ ആ പ്രണയത്തെ. ഞാൻ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നപ്പോൾ കുഴിച്ചു മൂടി എൻ്റെ ആദ്യത്തെ പ്രണയം. ഈ താലി കഴുത്തിൽ നിന്ന് അഴിച്ചു മാറ്റുന്നതുവരെ മറ്റൊരാളെയും ഞാൻ ആഗ്രഹിക്കില്ല അരുണി. താലിയിൽ മുറുക്കി പിടിച്ചുകൊണ്ട് വിച്ചു പറയുമ്പോൾ അരുണി അവളെ നോക്കിയിരുന്നു. ഒരു ചുവരിനപ്പുറം അവളുടെ വാക്കുകൾ അവൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞുകൊണ്ടിരുന്നു. നീ ആദർശനെ പ്രണയിച്ചിരുന്നു വിച്ചു? അരുണിക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. വിച്ചു ആത്മനിന്ദയോടെ ഒന്ന് ചിരിച്ചു. താലി കെട്ടുന്ന പുരുഷനോട് പ്രണയം തോന്നണമെന്ന് നിയമമുണ്ടോ അരുണി? ഉണ്ടെങ്കിൽ ആ നിയമം പാലിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അനുവാദമില്ലാതെ ആദ്യ രാത്രിയിൽ തന്നെ എന്നിലെ പെണ്ണിനെ നോവിച്ച് എൻ്റെ സ്ത്രീത്വം കവർന്ന അയാളോട് എനിക്ക് എങ്ങനെ പ്രണയം തോന്നും? വേദനിപ്പിക്കുന്ന പുരുഷനെ കഷ്ടപ്പെട്ട് സ്നേഹിക്കാൻ ഞാൻ കുലസ്ത്രീയൊന്നുമല്ല. അയാൾക്ക് വേണ്ടിയിരുന്നത് കൂലി കൊടുക്കാത്ത ഒരു... പുച്ഛത്തോടെ പറഞ്ഞു നിർത്തുമ്പോൾ അരുണി പകച്ചുകൊണ്ട് അവളെ നോക്കി. ഇതുവരെ ആരും അറിയാത്ത വിച്ചുവിൻ്റെ വിവാഹ ജീവിതത്തിൻ്റെ കൈപ്പേറിയ ഓർമ്മകൾ. അരുണി വിച്ചുവിനെ മുറുക്ക പിടിച്ച് കരഞ്ഞുപോയി. ശ്രീയുടെ ഹൃദയം വെങ്ങി. ഒരിക്കലെല്ലാം തന്നോട് തുറന്നു പറഞ്ഞെങ്കിലും ഇത്രയും മോശമായിരുന്നു അവളുടെ ജീവിതമെന്ന തിരിച്ചറിവ് അവനെ തളർത്തി. മരിച്ചുപോയ ആളിന് നൽകിയ വാക്കിനുമേൽ സ്വന്തം പ്രണയത്തെ കുഴിച്ചു മൂടേണ്ടി വന്ന നിമിഷത്തെയോർത്ത് ആദ്യമായി അവൻ്റെ ഉള്ളിൽ കുറ്റബോധം നിറഞ്ഞു. അരുണി കണ്ണുകൾ തുടച്ച് വിച്ചുവിനെ നോക്കി. ഇത്തവണ അവളുടെ മുഖത്ത് ദേഷ്യമായിരുന്നു. മരിച്ചുപോയവരെ ദോഷം പറയരുതെന്നാണ് പറയാറ്. പക്ഷെ ഞാൻ പറഞ്ഞു പോവാ, നിങ്ങൾക്കിടയിൽ സ്വാതി വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. നിന്റെ കാല് പിടിച്ച് അവൾ നേടിയതല്ലേ ശ്രീയുടെ താലി? അരുണിയുടെ വാക്കുകൾ ഇടിമുഴക്കം പോലെയായിരുന്നു ശ്രീയുടെ കാതുകളിൽ തറച്ചത്. വിറയ്ക്കുന്ന കാലടികളോടെ അവൻ കുറച്ചു നീങ്ങി നിന്നു. അരുണി, മതി. മറഞ്ഞു പോയതൊന്നും ഇനിയും മാന്തിയെടുത്ത് കയ്യിൽ മണ്ണ് പുരട്ടണ്ട. വിധിയെന്ന് കരുതിയ മതിയല്ല, വിച്ചു താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നിന്നു. നിനക്കെല്ലാം മറക്കാനാകും വിച്ചു, പക്ഷെ എനിക്കതിന് കഴിയില്ല. വിധിയല്ല, ചില മനുഷ്യർ തന്നെയാണ് നിന്റെ ജീവിതം തകർന്നതിന് കാരണക്കാർ. അല്ലെന്ന് പറയാനാവുമോ നിനക്ക്? വിച്ചുവിനെ തിരിച്ചു നിർത്തി അരുണി ചോദിക്കുമ്പോൾ പിടയ്ക്കുന്ന കണ്ണുകളോടെ വിച്ചു അവളെ നോക്കി. സ്വാതി ശ്രീയെ പ്രണയിച്ചിരുന്നു അരുണി, അത് സത്യമല്ലേ? പ്രണയം പിടിച്ചു വാങ്ങേണ്ടതല്ല വിച്ചു. സ്വാതിക്ക് ശ്രീയോട് മാത്രമായിരുന്നു പ്രണയം, ശ്രീക്ക് അവളോടല്ല. പരസ്പരം പ്രണയിക്കുന്ന രണ്ടുപേർക്കിടയിൽ കടന്നു വന്നത് സ്വാതിയാണ്. നിന്നിൽ നിന്ന് സ്വാതി യാചിച്ചു വാങ്ങിയതല്ലേ അവളുടെ പ്രണയം? ശ്രീയുടെ അച്ഛൻ കാരണം മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അല്ലെങ്കിൽ നീ ഇപ്പോൾ ശ്രീയുടെ പാതിയാകുമായിരുന്നില്ലേ? എല്ലാം മറവിക്ക് വിട്ടു കൊടുക്കല്ലേ വിച്ചു. നഷ്ടമെന്നും നിനക്കും മാത്രമായിരുന്നു. അരുണി വിച്ചുവിൻ്റെ ചുമലിൽ കൈവച്ചു. വേദനയോടെ പറഞ്ഞപ്പോൾ വിച്ചു അവളെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി. സ്വാതി എന്ത് ചെയ്തെന്ന് അരുണി നീ പറയുന്നത്? പെട്ടെന്ന് പിന്നിലായി ശ്രീയുടെ വാക്കുകൾ കേട്ട് അരുണിയും വിച്ചു ഞെട്ടി തിരിഞ്ഞു നോക്കി. കണ്ണുകൾ കലങ്ങി വലിഞ്ഞു മുറുകിയ മുഖവുമായി നിൽക്കുന്ന ശ്രീയെ കണ്ട് അരുണി പതറി. വിച്ചു ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ശ്രീ അവിടേക്ക് വരുമെന്ന്. അവൻ്റെ മുഖഭാവം കണ്ട് അരുണി വിച്ചുവിൻ്റെ കൈകളിൽ മുറുക്കി പിടിച്ച് അവളെ നോക്കി. പറയരുണി, നീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? സ്വാതി എന്ത് ചെയ്തു? അതെനിക്കറിയണം, അറിഞ്ഞേ തീരൂ. ചുണ്ടുകൾ വിറച്ച് കണ്ണുകൾ ചുവന്ന് കിതപ്പോടെ ശ്രീ അരുണിക്ക് നേരെ ചോദിച്ചു. ഉരുണ്ട് കളിക്കല്ലേ നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. എനിക്കറിയേണ്ടത് സത്യങ്ങളാണ്. ഇനിയും എന്നോട് മറച്ചു വെക്കാമെന്ന് കരുതണ്ട നീ. സമതല നെറ്റി നിൽക്കുവാൻ ഞാൻ. എന്നെ കൂടുതൽ വേദനിപ്പിക്കാതെ പറയരുണി. ശ്രീ തളർച്ചയോടെ ചെയറിലേക്കിരുന്നു. വിച്ചു അവൻ്റെ അടുത്തേക്ക് നടക്കാനാഞ്ഞെങ്കിലും കാലുകൾ പിൻവലിച്ച് അവിടെ തന്നെ നിന്നു. അവൾ ദേഷ്യത്തോടെ അരുണിയെ നോക്കി. അരുണി തല കുനിച്ചു നിന്നു. വിച്ചുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ പറഞ്ഞു പോയതാണ്. പക്ഷെ സ്ത്രീ കേൾക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ പ്രതിസന്ധിയിലായി. അവസാനം എന്നായാലും സത്യങ്ങൾ സ്ത്രീ അറിയണമെന്നത് ദൈവനിശ്ചയമാണ്. ആ സമയം ഇപ്പോഴാണെന്ന് അവൾക്ക് തോന്നി. പാർക്കിൽ ബെഞ്ചിൽ അസ്വസ്ഥനായി ശ്രീ ഇരുന്നു. അരുണി അവനോട് പറയാൻ തയ്യാറെടുത്തു. മറ്റൊരു ബെഞ്ചിൽ ഓർമ്മകൾ ചേക്കേറി വിച്ചുവും ഇരുന്നു. സ്വാതിയെ നീ ഒരിക്കലും വെറുക്കരുത് ശ്രീ. അവൾ നീ ലോകത്ത് ജീവിച്ചിരിപ്പില്ല. മരിച്ചുപോയവരെ ദോഷം പറയരുതെന്ന് പറയാറുണ്ട്. അവർക്ക് മോക്ഷം കിട്ടില്ല എന്നാണ് കാരണവന്മാർ പറയുന്നത്. അവൾ നിന്നെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു എന്ന സത്യം നീ മനസ്സിലാക്കണം. സ്വാതിയോട് സ്ത്രീക്ക് സത്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ വെറുപ്പും ദേഷ്യവും തോന്നരുത് എന്ന ധാരണയിലായിരുന്നു അരുണി അത് പറഞ്ഞത്. അവളുടെ സ്നേഹവും പ്രണയവും അതൊക്കെ ഞാൻ മനസ്സിലാക്കിയത് അരുണി. ആ പ്രണയത്തിൻ്റെ അംശമാണ് എൻ്റെ ആരൂട്ടൻ. പക്ഷെ അതല്ല
എനിക്കും വിച്ചുവിനും ഇടയിൽ അവൾ എങ്ങനെ മനഃപൂർവ്വം കടന്നു വന്നു? അതാണ് എനിക്കറിയേണ്ടത്. അരുണിയുടെ കണ്ണുകളിൽ നോക്കി ശ്രീ ഉറപ്പോടെ ചോദിക്കുമ്പോൾ അവളൊരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പറയുവാൻ തുടങ്ങി. പരസ്പരം തുറന്നു പറഞ്ഞില്ലെങ്കിലും നിനക്കും വിച്ചുവിനും ഇടയിലെ പ്രണയം എല്ലാവരും തിരിച്ചറിഞ്ഞതാണ്. പ്രത്യേകിച്ച് സ്വന്തം കൂട്ടുകാരുടെ മകളായ വിച്ചുവിനെ മധുരിമ ആൻറ്റി നിന്റെ പെണ്ണായി സ്വപ്നം കണ്ടു തുടങ്ങിയതുമായിരുന്നു. നിന്നോളം വിച്ചുവിൻ്റെ ഹൃദയത്തിൽ മറ്റൊരു പുരുഷൻ ഇതുവരെ സ്ഥാനം പിടിച്ചിട്ടില്ല ശ്രീ. കെട്ടിയ താലിയോടുള്ള കടപ്പാടിലും മറ്റുള്ളവർക്ക് വേണ്ടിയും വിച്ചു അയാളെ അംഗീകരിച്ചു തുടങ്ങിയിരുന്നു. വിവാഹം ഉറപ്പിച്ചതു മുതൽ. നിന്റെയും സ്വാതിയുടെയും വിവാഹത്തിൻ്റെ അന്ന് ഹൃദയം തകർന്ന് ഇറങ്ങിപ്പോയ വിച്ചുവിനെ ഞാൻ കണ്ടിരുന്നു ശ്രീ. ഇവിടുന്ന് അവൾ മാറി നിന്നത് നിന്നെ മറക്കാനായിരുന്നില്ല. നിന്നെ കാണേണ്ടി വരുന്ന ഓരോ നിമിഷവും കുഴിച്ചു മൂടാൻ വിധിക്കപ്പെട്ട പ്രണയം പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നത് പേടിച്ചിട്ടാണ്. സ്വാതിക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയാതെ വരുമോ എന്ന പേടിയിലാണ്. ശ്രീയുടെ കണ്ണുകൾ ചുരുങ്ങി. വാക്കോ? എന്തു വാക്ക്? ശ്രീ പകപ്പോടെ അവളെ നോക്കി ചോദിച്ചു. നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നിനക്കും വിച്ചുവിനിടയിൽ സംഭവിച്ചിട്ടുണ്ട്. വിധിയല്ല നിങ്ങളെ പിരിച്ചത്, ബോധപൂർവം ചില മനുഷ്യർ തന്നെയാ. അതിലൊന്നാമത്തെ ആൾ നിന്റെ അച്ഛനാണെങ്കിൽ രണ്ടാമത്തെ ആൾ സ്വാതിയായിരുന്നു. പണ്ടെങ്ങോ സഹോദരിക്ക് മരണസമയത്ത് നൽകിയ വാക്കായിരുന്നു അദ്ദേഹത്തിന് വലുത്. സ്വാതിയെ നീ വിവാഹം കഴിക്കുമെന്ന് വാക്ക് നൽകി. അന്നു മുതൽ വളർന്നു വരുന്ന സ്വാതിയുടെ മനസ്സിൽ ഓരോരുത്തരും നിന്നെ കുത്തി നിറയ്ക്കാൻ തുടങ്ങി. അവളുടെ പുരുഷനായി, അവളുടെ പ്രണയമായി സ്വാതിയുടെ മനസ്സിൽ നീ നിറഞ്ഞു തുടങ്ങി. നിന്നെ കാണുമ്പോൾ അവളുടെ ഹൃദയം തുടികൊട്ടി, കണ്ണുകൾ പിടച്ചു. ഓരോ ദിവസം കഴിയും തോറും അറുത്തുമാറ്റാൻ പോലും കഴിയാത്ത ആഴത്തിൽ നീ വേരൂന്നി കഴിഞ്ഞിരുന്നു ശ്രീ. നിന്റെ അച്ഛൻ അവളെ നീ വിവാഹം കഴിക്കണമെന്ന് നേരത്തെ മധുരമ ആൻറ്റിയോട് പറഞ്ഞു. പക്ഷെ അപ്പോഴാണ് നിന്റെ പ്രണയം ആൻറ്റി അങ്കിളിനോട് പറയുന്നത്. അത് കേട്ട സ്വാതി ആകെ തകർന്നു. നിന്റെ പ്രണയത്തിന് മറ്റൊരു അവകാശിയുണ്ടെന്ന തിരിച്ചറിവ് അവളെ ആകെ തകർത്തു കളഞ്ഞു. മരണത്തിൻ്റെ പടിവാതിലിൽ എത്തി നിന്ന നിന്റെ അച്ഛൻ നിന്നെ കൊണ്ട് സത്യം ചെയ്തു വാങ്ങുമ്പോൾ നിന്റെ നിസ്സഹായാവസ്ഥ അവൾ തിരിച്ചറിഞ്ഞു. പക്ഷേ അപ്പോൾ അവളുടെ മനസ്സിൽ സ്വാർത്ഥതയായിരുന്നു. നിന്റെ വിവാഹം തീരുമാനിച്ചറിഞ്ഞ് തകർന്നു നിൽക്കുന്ന വിച്ചുവിനെ കാണാൻ സ്വാതി എത്തി. നിങ്ങളുടെ വിവാഹം തീരുമാനിച്ചുവെന്നും അവളിൽ നിന്നും സ്ത്രീയെ തട്ടിയെടുക്കരുതെന്നും പറഞ്ഞ് കാലു പിടിച്ചു. ഒപ്പം നിന്നെ നഷ്ടപ്പെട്ടാൽ മരിച്ചു കളയുമെന്ന ഭീഷണിയും. വിച്ചു വാക്കു പാലിച്ചു. ഒരിക്കലും അവൾ നിങ്ങൾക്കിടയിൽ വന്നിട്ടില്ല ശ്രീ. ഇതൊന്നും ഒരിക്കലും നീ അറിയരുതെന്ന് വിച്ചു പറഞ്ഞതാ. പക്ഷേ അവളുടെ അനുഭവങ്ങളിൽ ഞാൻ എല്ലാം മറന്നു. ശ്രീ തലയ്ക്ക് കൈകൊടുത്ത് സർവവും തകർന്നവനെ പോലെ ഇരുന്നു. എന്തിനാ സ്വാതി എന്നോട് നീ ചതി കാണിച്ചത്? അവൻ്റെ മനസ്സ് അവളോടായി അലമുറയിട്ടു. നീ എന്ത് നേടി സ്വാതി? പാതി വഴിയിൽ നിനക്ക് തിരിച്ചു പോരേണ്ടി വന്നില്ലേ? എന്നെ ജീവനോട് കൊന്നിട്ടല്ലേ നീ പോയത്? സ്നേഹിച്ച പെണ്ണിനെ സ്വന്തമാക്കാൻ കഴിയാത്ത, അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അവളുടെ ജീവിതം നശിക്കാൻ കാരണക്കാരനായ ക്രൂരനാണ് ഞാൻ. നിന്നെ സ്നേഹിച്ചതല്ലേ? നിനക്ക് ഞാൻ എല്ലാം തന്നില്ലേ? എന്നെ പോലും. മനസ്സിൽ അലമുറയിട്ട് അവൻ ആർത്തു കരഞ്ഞു. രണ്ട് കൈകളും കൊണ്ട് മുഖം പൊത്തി അവൻ ഏറെ നേരം അങ്ങനെ ഇരുന്നു. അരുണി വിച്ചുവിൻ്റെ അടുത്തായിരുന്നു. വിച്ചു അവളുടെ ചുമലിൽ മുഖം ചേർത്തിരുന്നു. കുറേ നേരം കഴിഞ്ഞ് അവരെ നോക്കാതെ അവൻ മുഖം തുടച്ച് എഴുന്നേറ്റു പോയി. അരുണി നെടുവീർപ്പോടെ അവനെ നോക്കി. കാറിൽ നിന്നും ഇറങ്ങിയവൻ നേരെ പോയത് തെക്കേ തൊടിയിലായിരുന്നു, സ്വാതി ഉറങ്ങുന്നിടത്ത്. അവൻ മുട്ടുകുത്തി അവളുടെ കുഴിമാടത്തിനരികിലിരുന്നു. വേദനയായിരുന്നു അവൻ്റെ മുഖത്ത്. വിശ്വാസം നഷ്ടപ്പെട്ടതിലുള്ള വേദന. മറ്റൊരു പെണ്ണിൻ്റെ നരകിച്ച ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. എന്തിനായിരുന്നു നീ എന്നെ സ്നേഹിച്ചത്? എന്തിനാ നീ ഞങ്ങൾക്കിടയിൽ കടന്നു വന്നത്? പണ്ടെങ്ങോ കൊടുത്ത ഒരു വാക്കിൻ്റെ ബലത്തിലായിരുന്നു ഇതെല്ലാം. നിനക്കപ്പോൾ എല്ലാം അറിയാമായിരുന്നു അല്ലേ ഞാൻ മറ്റൊരു പെണ്ണിനെ പ്രണയിക്കുന്നത്? എന്തിനാ സ്വാതി എന്നോട് ഈ ചതി കാണിച്ചത്? ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടില്ല, സ്നേഹിച്ചതല്ലേ. എന്തിനാ നീ വിച്ചുവിനെ വേദനിപ്പിച്ചത്? അല്ല, തെറ്റുകാരൻ ഞാൻ തന്നെയാ. വാക്ക് തെറ്റിക്കേണ്ടത് ഞാനായിരുന്നു. നിന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് ഞാൻ അച്ഛനോട് പറയണമായിരുന്നു. തളർച്ചയോടെ അവൻ എഴുന്നേറ്റു. മുഖം അമർത്തി തുടച്ചെന്ന് ഒന്നുകൂടി കുഴിമാടത്തിലേക്ക് നോക്കി. നീ എല്ലാം കേൾക്കുന്നുണ്ടെങ്കിൽ ഇതും കൂടി കേട്ടോളൂ. കഴുത്തിൽ കിടക്കുന്ന താലി എന്ന് വിച്ചു അഴിക്കുന്നുവോ അന്ന് അവൾ എൻ്റെ പെണ്ണായിരിക്കും. ഈ ശ്രീകാന്തിൻ്റെ പേരുകുത്തിയ താലി അവളുടെ കഴുത്തിൽ വീഴും. എൻ്റെ മകൻ്റെ അമ്മയാകും അവൾ. ഇനി ഒരു വിധിക്കും ഒരു മനുഷ്യൻ്റെയും വാക്കുകൾക്കും എന്നെ അവളിൽ നിന്നും പിരിക്കാൻ കഴിയില്ല സ്വാതി. ഉറച്ച തീരുമാനത്തോടെ അവൻ തിരിഞ്ഞു നടക്കുമ്പോൾ അസ്ഥിത്തറയിലെ വിളക്ക് കാറ്റിൽ കെട്ടുപോയിരുന്നു. സ്ത്രീ പുച്ഛത്തോടെ നോക്കി. എതിർപ്പ് കാണിച്ചു നീ. പക്ഷേ വിച്ചു എൻ്റെ പെണ്ണ. ഈ സ്ത്രീയുടെ ആദ്യത്തെയും അവസാനത്തെയും യഥാർത്ഥ പ്രണയം. ഇതിനൊരു മാറ്റമില്ല ഇനി. എനിക്കും ജയിക്കണം, ജീവിക്കണം എന്നെ ചതിക്കാത്ത എൻ്റെ പെണ്ണിനൊപ്പം. മറ്റൊരുത്തിൻ്റെയും ക്രൂരത ഏറ്റുവാങ്ങാൻ ഞാൻ ഇനി അവളെ വിട്ടുകൊടുക്കില്ല, ആർക്കു വേണ്ടിയും. കാറ്റുപോലെ അവൻ അകത്തേക്ക് പാഞ്ഞു പോകുമ്പോൾ അവൻ്റെ വാക്കുകൾ സൃഷ്ടിച്ച പകപ്പിലായിരുന്നു മധുരിമ.
ഒപ്പം സന്തോഷം കൊണ്ട് അവരുടെ കണ്ണുകളും നിറഞ്ഞുപോയി. എനിക്കായി വീണ്ടും നീ പുനർജനിക്കൂ, വീണ്ടും എൻ വാടിയിൽ പൂവിടർത്തു. വെറുതെ മനസ്സിൽ മൂളിയ വരികൾക്കൊപ്പം അവൻ്റെ മനസ്സിൽ തെളിഞ്ഞത് അവളുടെ മുഖമായിരുന്നു. അവളെ അല്ലാതെ മറ്റാരെയാണ് ആ വരികൾ ഓർമ്മപ്പെടുത്തുക? അന്നു മുഴുവൻ സ്ത്രീയുടെ മനസ്സിൽ പിടിവലിയായിരുന്നു. കേട്ട സത്യങ്ങളിൽ ആദ്യം സ്വാതിയോട് ദേഷ്യം തോന്നിയെങ്കിലും വലിയ തെറ്റുകാരൻ താൻ തന്നെയായിരുന്നു എന്ന ബോധം അവനുണ്ടായിരുന്നു. സ്വാതി വിച്ചുവിനെ കണ്ട കാര്യം അറിഞ്ഞ മധുരിമ തകർന്നിരുന്നു പോയി. എങ്കിലും അവളെ കുറ്റപ്പെടുത്തുവാൻ അവർക്ക് തോന്നിയില്ല. ആദർശിന്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറാൻ ഓരോ ദിവസവും കഠിനശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മായ. കൂടെ പിന്തുണയുമായി മാധവിയും. ആദർശ് ആദ്യമൊക്കെ എതിർത്തെങ്കിലും അവളുടെ വശ്യമായ നോട്ടവും പ്രവൃത്തിയും അവനിലെ പുരുഷൻ അവളിലേക്ക് ചായാൻ തുടങ്ങിയിരുന്നു. നാളെയാണ് ഫസ്റ്റ് ഹിയറിംഗ്. ഒത്തുപോകാൻ താല്പര്യമില്ലെന്ന് കൗൺസിലിംഗിൽ ഇരുവരും ഒരുമിച്ച് സമ്മതിച്ചാൽ ഡിവോഴ്സ് കിട്ടുമെന്ന് വക്കീൽ പറഞ്ഞിരുന്നു. വിധുവും അരുണിയും ഉണ്ടായിരുന്നു വിച്ചുവിൻ്റെ കൂടെ കോടതിയിലേക്ക് പോകാൻ. ഇറങ്ങാൻ നേരം ഇടറി വീഴാനാഞ്ഞവളെ ആദി വീഴാതെ പിടിച്ചിരുന്നു. അവൻ്റെ ചുമലിൽ ചാരി കരഞ്ഞു പോയിരുന്നു അവൾ. പേരറിയാത്ത ഒരു നൊമ്പരം അവളുടെ ഉള്ളിൽ തികട്ടി വന്നു. തളരുത് മോളെ, ഇത്രയും ദിവസം നീ കാണിച്ച ധൈര്യം ഇവിടെയും വേണം. പലതും പറഞ്ഞ് നിന്നെ തളർത്താൻ അവർ ശ്രമിക്കും. കുറ്റം മുഴുവൻ നിന്റെ പേരിൽ ചാർത്തി നല്ല പിള്ളയായി എന്ന് വരും. ആരുടെ മുന്നിലും ആരു കാരണവും തല കുനിയരുത് നിന്റെ. മോളുടെ ആദ്യേട്ടന് വാക്കു തരണം നീ. തലയെടുപ്പോടെ തളരാതെ കണ്ണുകൾ നിറച്ച് തോറ്റു കൊടുക്കരുതെന്ന്. അവളെ നേരെ നിർത്തി ആദി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. വിച്ചു തലയാട്ടി അവൻ്റെ കയ്യിൽ കൈ ചേർത്തു. ആദി അവളുടെ നെറുകയിൽ തലോടി. തല കുമ്പിടേണ്ടി വന്നാൽ അവരായി മറന്നുപോയ സത്യങ്ങൾ നീ വിളിച്ചു പറയണം. നീ അനുഭവിച്ചതൊക്കെ എൻ്റെ മുഖമൊന്നും ഓർത്ത് ഒന്നും പറയാതിരിക്കരുത്. കാരണം ജന്മം കൊണ്ട് രക്തബന്ധമാണെങ്കിലും കർമ്മം കൊണ്ട് അവർ എനിക്ക് ആരുമല്ലാതായിരിക്കുന്നു. പോയിട്ട് വാ, ഏട്ടൻ എന്നും മോൾക്ക് കാവലുണ്ടാവും. ആദി അവളിൽ നിറച്ച ആത്മവിശ്വാസം ചെറുതല്ലായിരുന്നു. വിധു ആദിയെ നോക്കിയൊന്ന് കണ്ണു ചിമ്മി. വിച്ചു ശങ്കരനെയും സുധയെയും നോക്കി. ഒരച്ഛൻ്റെയും അമ്മയുടെയും വേദന അവൾ അവരുടെ മുഖത്ത് കണ്ടു. കൂടുതലൊന്നും പറയാതെ വിച്ചു വിധുവിനൊപ്പം ഇറങ്ങി. ഇതിനായിരുന്നു ഈശ്വര ഞാൻ എൻ്റെ കുട്ടിയെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചത്. തകർന്നില്ലേ എല്ലാം? സുധ സാരിത്തുമ്പ് വായിൽ കടിച്ചുകൊണ്ട് വിതുമ്പി. ആദി വിധുവിൻ്റെ കാറു മറയുന്നതുവരെ ഉമ്മറത്ത് തന്നെ നിന്നു. ആദർശിനൊപ്പം മായയും മാധവിയും കൂടിയായിരുന്നു കോടതിയിലെത്തിയത്. വഴിയിൽ വെച്ച് അരുണയും കൂടെ കയറിയിരുന്നു. അവളെ കണ്ടതും മാധവി പുച്ഛത്തോടെ നോക്കി മായയെ ചേർത്ത് പിടിച്ചു നിന്നു. മായ ചുണ്ടുകോട്ടി വിച്ചുവിനെ നോക്കി. വിച്ചു അവരെ നോക്കാതെ ആദർശിനെയും. അവൻ്റെ മുഖഭാവം എന്തായിരുന്നുവെന്ന് വിച്ചുവിന് മനസ്സിലായില്ല. പുറകിൽ വന്ന വിധു അവളെ ചേർത്ത് പിടിച്ചു നിന്നപ്പോൾ മായ പേടിയോടെ മാധവിയെ നോക്കി. അവരുടെ മുഖത്തും ഭയമായിരുന്നു. ജഡ്ജിക്ക് മുന്നിൽ രണ്ടുപേരും അപരിചിതരെ പോലെ ഇരുന്നു. എത്ര വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്? ഒരു സ്ത്രീയായിരുന്നു ജഡ്ജി. അവർ ചോദിച്ചപ്പോൾ ആദർശ് 4 വർഷമെന്ന് പറഞ്ഞു. നിങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണോ പിരിയുക എന്നത്? അതോ ആരെങ്കിലും ഫോഴ്സ് ചെയ്തിട്ടാണോ? ഇല്ലമ്മ, പരസ്പരം ആലോചിച്ചെടുത്ത തീരുമാനമാണ്. വിച്ചു തല ഉയർത്തി പറഞ്ഞപ്പോൾ ആദർശ് പല്ല് കടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു. ഒരിക്കൽ കൂടി നിങ്ങളൊന്ന് ആലോചിക്ക്. വിവാഹം എന്നത് പവിത്രമായൊരു ബന്ധമാണ്. അറുത്തുമുറിച്ച് കളയാൻ എളുപ്പമാണ്, പക്ഷേ കൂട്ടിച്ചേർക്കാൻ പ്രയാസവും. പെട്ടെന്നുള്ള വികാരത്തിനുമേൽ തീരുമാനമെടുത്താൽ പിന്നീട് തിരുത്താൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ജഡ്ജി ചെയറിൽ ചാരിയിരുന്ന് കൈകെട്ടിയ അവരെ നോക്കി പറഞ്ഞു. ആദർശ് വിച്ചുവിനെ നോക്കി. അവൾ ജഡ്ജിയെ നോക്കി ഇരിപ്പായിരുന്നു. കൈവിട്ട് കളയാൻ ഇപ്പോഴും മനസ്സൊരു പിടിവലി നടത്തുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ മാധവി കുത്തിവെച്ച വിഷവും മായയുടെ വശ്യതയും വിച്ചുവിൻ്റെ അവജ്ഞയോടെയുള്ള നോട്ടവും അവൻ്റെ മനസ്സിൽ മാറി മാറി തെളിഞ്ഞു വന്നു. വിസ്മയക്കും അതാണോ തീരുമാനം? അതെ, എനിക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ല, അവളും തീർത്തു പറഞ്ഞു. രണ്ടുപേർക്കും താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ഇനിയൊരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യമില്ല. 1 മണിക്കൂറിന് ശേഷം വിധി അറിയിക്കാം. അന്നേരം ഒരിക്കൽ കൂടി കോടതി നിങ്ങളുടെ സമ്മതം ചോദിക്കുന്നതായിരിക്കും. പുറത്തേക്ക് പോയിക്കോളൂ രണ്ടാളും, ജഡ്ജി എന്തോ എഴുതിക്കൊണ്ട് പറഞ്ഞു. വിച്ചു ആദ്യം ഇറങ്ങി പുറത്തേക്ക് പോയി. പിന്നാലെ ആദർശും. വിച്ചു ഇറങ്ങി വന്നപ്പോൾ അരുണി അവളെ ബെഞ്ചിൽ പിടിച്ചിരുത്തി വെള്ളം കൊടുത്തു. വിധു അവളുടെ അടുത്തേക്ക് വന്നിരുന്നതും അവൾ അവൻ്റെ ചുമലിൽ ചാഞ്ഞു. ആദർശിനെ കാണുന്നതുവരെ കൂട്ടിലിട്ട വെരുകിനെ പോലെ മാധവി അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പായിരുന്നു. മായ അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് മാറി നിന്നു. അരുണി ആ കാഴ്ച കണ്ട് പല്ല് കടിച്ചു നോക്കി. കയ്യിലിരുന്ന ബോട്ടിൽ അവളുടെ കൈക്കുള്ളിലിരുന്ന് ഞെരിയുന്നുണ്ടായിരുന്നു. വിധു അവളുടെ ചെവിയിൽ പിടിച്ച് തിരിച്ചു. ഇങ്ങനെ കടിച്ചു പൊട്ടിക്കാതിരി, ഇത് കോടതിയാ. ഏട്ടനത് കണ്ടില്ലേ? ആ പിശാച് എൻ്റെ വിച്ചുവിനെ കുറെ ദ്രോഹിച്ചതല്ലേ? ഈ നാവക്കെട്ടി ഞാനൊന്ന് കൊടുത്തിരിക്കും. കൂടെ ആ പരട്ട തള്ളയ്ക്കും. പെണ്ണ് പിടിക്കാൻ തൊലിക്കെട്ട് കണ്ടില്ലേ? അരുണിയുടെ ദേഷ്യം അടങ്ങുന്നുണ്ടായിരുന്നില്ല. എന്തായി? ആ മൂദേവി തലേന്നൊഴിഞ്ഞു പോയോ? മാധവി ആഹ്ലാദത്തോടെ തിരക്കി. 1 മണിക്കൂറിനുള്ളിൽ വിധി വരും. എനിക്ക് സന്തോഷമായി.
നാളെ തന്നെ എൻ്റെ പൊന്നിൻ്റെ കഴുത്തിൽ നീ ഒരു താലി കെട്ടണം. എന്നാലേ വീടിന് ബാധിച്ച ഗ്രഹപ്പിഴ മാറും. മായയെ നോക്കി മാധവി പറഞ്ഞപ്പോൾ മായ നാണം കുണുങ്ങി നിന്നു. ആദർശ് മറുപടി ഒന്നും പറഞ്ഞില്ല. വിച്ചു വിധുവിനെ നോക്കി. ഏട്ടാ, 1 മണിക്കൂർ, അതാണ് ഈ താലി എൻ്റെ കഴുത്തിൽ ഇനി കിടക്കണമെന്ന് തീരുമാനിക്കാനുള്ള സമയം. താലി കയ്യിലെടുത്ത് വിച്ചു നിർവികാരതയോടെ പറഞ്ഞു. ഇത് താലിയല്ല മോളെ, നിന്റെ കഴുത്തിൽ ചുറ്റിയ കാള സർപ്പമാണ്. ഇനി നിനക്ക് ശാപമോക്ഷം കിട്ടും. ഇനി പഴയതോർത്ത് വേദനിക്കരുത്. വിധു അവളെ ആശ്വസിപ്പിച്ചു. അവിടെ അവനും കാത്തിരിപ്പിലായിരുന്നു. അവളുടെ മോചനത്തിനായി ക്ഷമ നശിച്ചവൻ കാറുമെടുത്ത് കോടതിയിലേക്ക് പാഞ്ഞിരുന്നു. ഏകദേശം 3/4 മണിക്കൂറായിരുന്നു. മായ ക്ഷമയില്ലാതെ ഇരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്തു. വിധി വന്നതിന് ശേഷം വിച്ചുവിനെതിരെ തൊടുക്കാനുള്ള ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുകയായിരുന്നു മാധവി. അരുണി ഇടയ്ക്കിടയ്ക്ക് അവരെ നന്നായി നോക്കി പേടിപ്പിക്കുന്നുമുണ്ട്. അവൻ്റെ അതേ അഹങ്കാരം തന്നെയാണ് കെട്ടാൻ പോകുന്ന പെണ്ണിനും. വന്നത് മുതൽ എന്നെ കുത്തിക്കൊല്ലാനുള്ള കലിയുണ്ട് ആ പെണ്ണിൻ്റെ മുഖത്ത്. മാധവി മായയുടെ ചെവിയിൽ പതുക്കെ പറഞ്ഞു. അമ്മായിയെ മാത്രമല്ല, എന്നെ ഇപ്പോൾ വറുത്തു കൊടുത്താൽ അവൾ മൊത്തത്തിൽ തിന്നും. വിധി വന്നാൽ വേഗം ഇവിടുന്ന് സ്ഥലം കാലിയാക്കണം. അവളുടെ ആങ്ങളുടെ നോട്ടം കണ്ടാ ഇപ്പൊ വെട്ടിക്കൊല്ലുമെന്ന പോലെയാ, മായ പതുക്കെ പറഞ്ഞു. 1 മണിക്കൂർ ആകാറായപ്പോൾ തന്നെ അവരുടെ ഹിയറിംഗ് നടക്കാൻ തുടങ്ങി. വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ആ വിധി വന്നു. ചിറ്റൂർ ശങ്കരമംഗലത്തിലെ ശങ്കരൻ മകൾ വിസ്മയ ശങ്കറും മാധവി വിലാസത്തിൽ രഘുനന്ദൻ മകൻ ആദർശ് രഘുനന്ദനും തമ്മിലുള്ള വിവാഹബന്ധം നിയമപരമായി വേർപെടുത്തിയതായി ഈ കോടതി ഉത്തരവിടുന്നു. മറ്റു തർക്കങ്ങളില്ലാത്തതിനാൽ നഷ്ടപരിഹാരം ആദർശ് നൽകേണ്ടതില്ലെന്നുകൂടി അറിയിക്കുന്നു. കാതുകൾക്കുള്ളിൽ വല്ലാത്തൊരു മൂളലായിരുന്നു. കുറച്ചു സമയം വിച്ചുവിന് തോന്നിയത്. ആദർശ് വേഗത്തിൽ വരാന്തയിലേക്ക് നടന്നു. മാധവി വിധിയറിഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ചു. മായ വിജയീഭാവത്തിൽ വിച്ചുവിനെ നോക്കി. തളർച്ചയോടെ തൂണിൽ ചാരിയിരിക്കാനാഞ്ഞ വിച്ചുവിനെ മായ കാലുവെച്ച് വീഴ്ത്താൻ ശ്രമിച്ചതും പെട്ടെന്ന് വേച്ചു വീഴാഞ്ഞാഞ്ഞ വിച്ചുവിനെ കരുത്തുറ്റ 2 കരങ്ങൾ താങ്ങിയിരുന്നു. പരിചിതമായ ആ ഗന്ധം തിരിച്ചറിഞ്ഞവൾ ആ മുഖത്തേക്ക് നോക്കി. ഓടിവന്ന വിധുവും അരുണിയും ആ കാഴ്ച നോക്കി നിന്നു. ശ്രീ. വിച്ചുവിൻ്റെ അധരങ്ങൾ അവൻ്റെ പേരുച്ചരിച്ചു. ആദർശിൻ്റെ കണ്ണുകൾ കുറുകി. ശ്രീ അവളെ നേരെ നിർത്തി പകയോടെ മായയെ നോക്കി.